നമസ്കാരം. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി CPM. ഇന്ന് ഉച്ചകഴിഞ്ഞ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. സമരക്കാരുമായി മന്ത്രി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിനുശേഷമായിരുന്നു സംഭവം. മന്ത്രി ഒരു വശത്തുകൂടി കടന്നു പോകുമ്പോൾ മന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാർ തള്ളിക്കയറി വരികയായിരുന്നു. കഴുത്തിനും കൈക്കും പരിക്കേറ്റ മന്ത്രിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചെത്തിയ KSU പ്രവർത്തകർ ഒന്നാം പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് ട്രെയിൻ കയറാനെത്തിയ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. സംഭവ സമയത്ത് സ്പീക്കർ AN ഷംസീറും ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. മന്ത്രിയെ കയ്യേറ്റം ചെയ്തതിനെ സ്പീക്കർ ശക്തമായി അപലപിച്ചു. പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ടെങ്കിലും കയ്യേറ്റം ചെയ്യുന്നത് ഭൂഷണമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമരക്കാരാണ് മന്ത്രിയെ ആക്രമിച്ചതെന്ന് സംഭവത്തിന് ശേഷം സ്പീക്കർ പറഞ്ഞു. പ്രതിഷേധിക്കാം, പക്ഷേ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ തുടക്കത്തിൽ പ്രയാസപ്പെട്ടു. പിന്നീട് ഏറെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ നീക്കിയത്. കയ്യേറ്റത്തെ തുടർന്ന് കഴുത്തിനും കൈക്കും സാരമായ വേദനയുണ്ടെന്ന് മന്ത്രി പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ വൻ പോലീസ് അനാഹത്തോടെയാണ് മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം മന്ത്രിയുടേത് വെറും നാടകമെന്നാണ് KSUവിൻ്റെ പരിഹാസം. രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് മന്ത്രി നടത്തുന്നതെന്നും KSU പരിഹസിച്ചു. അതേസമയം മന്ത്രിയുടേത് അഭിനയമാണെന്നും വീണ ജോർജിന് പരിക്കേറ്റത് KSU പ്രതിഷേധത്തിനിടെ അല്ലെന്നും OJ ജിനീഷും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം നടന്നിരുന്നു. പെരിങ്ങോം താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പെരിങ്ങോം അങ്ങാടിയിൽ വെച്ചും കരിങ്കൊടി കാണിച്ചിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ മന്ത്രിയെ തടഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കൂർ, തലശ്ശേരി, ചാലോട്, ആയിപ്പുഴ എന്നിവിടങ്ങളിലും മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടിയെ പൂമാലയായി സ്വീകരിക്കുന്നുവെന്നായിരുന്നു ഈ പ്രതിഷേധങ്ങളുടെ മന്ത്രിയുടെ പ്രതികരണം. ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾക്കുള്ള കരിങ്കൊടിയെ പൂമാലയായി സ്വീകരിക്കുമെന്നും കല്ലെറിയുകയല്ലല്ലോ ചെയ്യുന്നതെന്നും അന്നവർ പ്രതികരിച്ചിരുന്നു. വീണ ജോർജിനെതിരെയുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയത്തെയാണ് വ്യക്തമാക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അവിടെയുണ്ടായത് ഏതെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. തങ്ങളുടെ അനുയായികളെ കയറുരുവിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്നോ കലാപമുണ്ടാക്കണമെന്നോ കോൺഗ്രസ് നേതൃത്വം കരുതരുത്. ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെയും UDF മുന്നണിയുടെയും നേതൃത്വത്തിന്റെ തന്നെയാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന കോൺഗ്രസിന്റെ ശൈലിയുടെ പ്രതിഫലനമാണ് KSU ആക്രമണങ്ങളിലൂടെ പുറത്തു വന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. നടന്നത് വളരെ മോശം സംഭവമെന്ന് മുതിർന്ന CPM നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജയും പ്രതികരിച്ചു. പ്രതീകാത്മക പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്, എന്നാൽ ഇത് ശാരീരിക ആക്രമണമാണ്. കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന് നേരെയുണ്ടായ ആക്രമണമാണെന്നും KK ശൈലജ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് MV ജയരാജനും പ്രതികരിച്ചു. സുരക്ഷയല്ല, മനുഷ്യത്വമാണ് പ്രശ്നം. ചാവേറുകളായി യൂത്ത് കോൺഗ്രസുകാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ആക്രമണം തടയാൻ നേതാക്കൾ ഇടപെട്ടില്ല. ഇത് ആസൂത്രിത ആക്രമണമാണ്. നേരത്തെ റീത്ത് വെച്ചവർക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തില്ലെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള നീക്കമെന്ന് KK രാഗേഷും ആരോപിച്ചു. ഇത് തെമ്മാടിത്തരമാണ്. പോലീസിന്റെ ജാഗ്രത കുറവല്ല. BJPയും യൂത്ത് കോൺഗ്രസും ഒത്തുകളിച്ചെന്ന് സംശയിക്കുന്നു. പുറത്ത് BJPയും അകത്ത് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു. അക്രമത്തെ ശക്തമായി നേരിടാൻ CPMന് കഴിയുമെന്നും രാഗേഷ് പറഞ്ഞു. മന്ത്രിക്കെതിരായ ആക്രമണം പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ ആരോപണം.